അച്ചായന്റെ സ്വന്തം ആമി. എന്തോ കള്ളത്തരമുണ്ടെന്ന് ആമിക്ക് തോന്നി. കാരണം ഈ രാത്രിയിൽ കാറിൽ വന്ന ആളെ കണ്ടതും എന്തൊക്കെയോ വശപിശക പോലെ. അയാളാണെങ്കിൽ ചുറ്റിലും ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് കയ്യിലെ പൊതിയെടുത്ത് ഇച്ചായന് നേർക്ക് നീട്ടിയത്. അത് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി പറന്നു പോകുകയും ചെയ്തു. ഇനി വല്ല മയക്കുമരുന്നിനും അടിമയാണോ ഈശ്വര? ആ പൊതി മേടിച്ചു മണത്ത് നോക്കിക്കൊണ്ടുവരുന്ന ഡെന്നീസിന്റെ മുഖം മിഴിവോടുകൂടി തെളിഞ്ഞതും ആമിക്ക് നെഞ്ചു പടപടാന്നിടിക്കാൻ തുടങ്ങി. താൻ ഇത്തിരി കൂടി ആലോചിക്കേണ്ടതായിരുന്നു. ഇല്ലെങ്കിൽ ഇനി തനിക്ക് മുമ്പത്തിനേക്കാൾ ഉപരിയായി എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. ഒന്നും ഓർക്കാതെ എടുത്തു ചാടി ഇവിടെ നിന്നോ നാമെന്ന് പറയുകയും ചെയ്തു. ആമിക്ക് തൻ്റെ തല പെരുക്കുന്നത് പോലെ തോന്നി. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? പക്ഷേ ഇപ്പോൾ താൻ വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അപകടമാണ്. അയാൾ ഏത് കണ്ടീഷനിലാണെന്ന് പോലും അറിയില്ല. അവൾ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പെട്ടെന്നായിരുന്നു അവളുടെ ഫോൺ ശബ്ദിച്ചത്. ആമി ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ മിന്നുവാണ്. പേടി കാരണം ഫോൺ എടുക്കാൻ പോലും മനസ്സ് വന്നില്ല. അതിനേക്കാൾ ഉപരി ഇപ്പോൾ സംസാരിച്ചാൽ തൻ്റെ ശബ്ദം മാറിയാൽ പോലും അത് മറ്റാരേക്കാളും ആദ്യം തിരിച്ചറിയുന്നത് അവളാണെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തൽക്കാലം ഫോൺ എടുത്ത് അവളോട് സംസാരിക്കേണ്ടെന്ന് ആമി തീരുമാനിച്ചു. ശേഷം സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. വല്ലാത്തൊരു ഭയം വന്ന് കീഴ്പ്പെടുത്തും പോലെ. ഉറക്കം പോലും വരാതെ ആമി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. വിവാഹം പോലും ഇതേവരെയായിട്ടും കഴിക്കാത്ത ആള്. വീട്ടുകാരോട് പിണങ്ങി പുതിയ വീടും വെച്ച് ഒറ്റയ്ക്ക് താമസിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. ആമിയുടെ ചിന്തകൾ കാട് കയറി. പെട്ടെന്നാണ് വാതിലിൽ ഒരു തട്ട് കേട്ടത്. ആമി കാത് കൂർപ്പിച്ചു. അതെ, ഡോറിന്റെ വെളിയിൽ നിന്നുമാണ് തട്ട് കേൾക്കുന്നത്. ആമി, ടെന്നീസിന്റെ വിളിയൊച്ച കൂടി കേട്ടതും അവൾ എഴുന്നേറ്റു. എന്തിനാണ് ഇയാൾ കയറി വന്നത്? അവക്ക് ശ്വാസം വിലങ്ങി. സമയം നോക്കിയപ്പോൾ 11:30. ആമി, എടോ ഉറങ്ങിയോ? വെളിയിൽ നിന്നും വീണ്ടും അവൻ വിളിച്ചു. ആമി രണ്ടും കൽപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റു. വാതിൽ തുറക്കുവാനായി ചെന്നു. തലേ ദിവസം രാത്രിയിൽ ഡെന്നീസ് ആണെങ്കിൽ മിന്നുവിനൊരു ടോർച്ച് കൊടുത്തിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞ്. സ്വയരക്ഷയ്ക്കായി ആമി അത് കയ്യിലെടുത്തുകൊണ്ടുവന്ന് വാതിലിന്റെ ഓടാമ്പൽ നീക്കി. വെളിയിൽ നിൽക്കുന്ന ഡെന്നീസിനെ കണ്ടതും ആമിക്ക് ചങ്കിടിച്ചു. അവന്റെ കണ്ണൊക്കെ ചുവന്നു കിടക്കുന്നു. ഒപ്പം എന്തോ വല്ലാത്ത ഒരു നാറ്റവും. കിടന്നായിരുന്നു ആമി? ചോദിച്ച് പൂർത്തിയാക്കും മുന്നേ ആമി അവനെ തള്ളി മാറ്റിയിട്ട് താഴേക്കോടി. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ഡെന്നീസ് ഒന്ന് പകച്ചുപോയി. ഒരു നിമിഷം കൊണ്ട് അവളുടെ പിന്നാലെ അവനും ഓടിച്ചെന്നു. ആമി, എടോ താനിത് എങ്ങോട്ടാ ഓടുന്നേ? ചോദിച്ചുകൊണ്ട് അവൻ സ്റ്റെപ്സ് ഒന്നൊന്നായി വേഗത്തിൽ ഇറങ്ങി. ഡെന്നീസ് കരുതിയത് മിന്നുകൂടി പോയ സ്ഥിതിക്ക് ആമി വല്ലാതെ ഭയന്ന് കാണുമെന്നാണ്. തന്നെയുമല്ല, അവൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് മിന്നു കുറച്ചു മുന്നേ വിളിച്ചു പറയുകയും ചെയ്തു. ആമി, നീ എന്തായി കാണിക്കുന്നേ? ഡെന്നീസ് ചെന്ന് അവളെ വട്ടം പിടിച്ചതും ആമി അവന്റെ കൈത്തണ്ടയിൽ ആഞ്ഞൊരു കടി വെച്ചു കൊടുത്തു. ഒപ്പം ടോർച്ച് വെച്ച് അവന്റെ നെറ്റിയിൽ ശക്തമായി അടിക്കുകയും ചെയ്തു. അലറി വിളിച്ചുകൊണ്ട് അവൻ അവളുടെ മേലെയുള്ള പിടുത്തം വിട്ടതും ആമി മുൻവശത്തെ പ്രധാന വാതിൽ തുറക്കാൻ കൈ എത്തിപ്പിടിച്ചു. പക്ഷെ അപ്പോഴേക്കും ഡെന്നീസ് അവളെ വലിച്ചു മാറ്റി. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നതും ആമി ഉറക്കെ കരഞ്ഞു പോയിരുന്നു. വിട്, എന്നെ വിടിച്ചായ. അവൾ ഉറക്കെ നിലവിളിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഡെന്നീസ്. പെട്ടെന്ന് അവൾ കുനിഞ്ഞ് നിലത്തേക്കിരുന്നു. എന്നിട്ട് അവന്റെ ഇരുകാലിലും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇന്നൊരു രാത്രി, ഈ ഒരു രാത്രി മാത്രം. നാളെ കാലത്ത് ഞാൻ പൊയ്ക്കോളാം. ഇച്ചായും കരുതുന്ന പോലെ ഒരു പെണ്ണല്ല ഞാന്. എനിക്കിതൊക്കെ പേടിയാ. അവ്യക്തമായി എന്തൊക്കെയോ പറയുന്നവളെ നോക്കി അവൻ ദേഷ്യത്തിൽ പല്ല് ഞെരിച്ചു. ഇവള് തന്നെ തെറ്റിദ്ധരിച്ചു എന്നാണ് അവൻ ഓർത്തത്. ഛേ, ആകെ നാണക്കേടായല്ലോ. വേണ്ടാത്ത പുലിവാലെടുത്ത് വീട്ടിലോട്ട് വെച്ചും പോയി. ഡി,
അവൻ കലി പൂരണ്ട് അലറി വിളിച്ചു. അപ്പോഴും ആമി അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കരയുകയാണ്. നീ എന്താടി എന്നെക്കുറിച്ച് കരുതിയേ? ഞാനെന്താ പെണ്ണുങ്ങളെ കാണാതെ കിടക്കുന്നവനാണോ? എന്തൊരു പുല്ലേ! അവൻ തൻ്റെ കാല് കുടഞ്ഞുകൊണ്ട് ആമിയെ നോക്കി. നീ എന്നെ അങ്ങനെയാണോ ഡി കരുതിയേ? എൻ്റെ പെങ്ങടെ മോളാണ് മിന്നു. അവളെ എനിക്ക് എൻ്റെ മകളെ പോലെയാ. അവളുടെ കൂട്ടുകാരിയായ നിന്നെ ഞാൻ ഒരിക്കലും മറ്റൊരു തരത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. മിന്നുവിനുള്ള അതേ സ്ഥാനമാണ് ഞാൻ നിനക്കും തന്നത്. അത് പറയുമ്പോൾ അവനെ കിതച്ചു. ശേഷം അവൻ ആമിയെ പൊക്കിയെടുത്ത് തനിക്ക് അഭിമുഖമായി നിർത്തി. നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അവൻ ആമിയുടെ തോളി പിടിച്ചു കുലുക്കി. അങ്ങനൊന്നും കരുതിയതല്ലിച്ചായ. കുറച്ചു മുന്നേ ഒരാൾ വന്ന് എന്തോ ഒരു പാക്കറ്റ് തന്നില്ലേ? അത് മണത്ത് നോക്കിക്കൊണ്ട് ഇച്ചായ വരുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും മയക്കുമരുന്നാവുമെന്ന്. അതുകൊണ്ട് ഞാൻ പേടിച്ചുപോയി. അല്ലാതെ ഇച്ചായനെ ഞാൻ മറ്റൊരു തരത്തിൽ കണ്ടിട്ടില്ല. ആമി ശബ്ദം താഴ്ത്തി പറഞ്ഞതും ഡെന്നീസ് ദേഷ്യത്തിൽ അവളെ നോക്കി. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇച്ചായൻ എന്നെ ഉപദ്രവിക്കുമെന്ന് ഓർത്തിട്ടൊന്നുമല്ല. അത് കണ്ടപ്പോൾ കരുതിയത് എന്തെങ്കിലും. ഡെന്നീസ് ആണെങ്കിൽ ആമിയുടെ വലം കൈയെ പിടിച്ചു. എന്നിട്ട് ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി. വാഴയിലയിൽ എന്തോ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ആമി അപ്പോൾ കണ്ടു. തുറന്നപ്പോൾ എന്തോ ഒരു ഇറച്ചിക്കറിയുടെ മണമാണ് വന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഡ്രൈവറാ. അല്പം കാട്ടിറച്ചി കൊണ്ടുവന്നപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ട് വന്നതാ. അതിനാണോ നീ? വേണ്ട, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട. ഡെന്നീസ് പറഞ്ഞു നിർത്തിയതും ആമിക്ക് വയറ്റിലൊരാന്തലായിരുന്നു. മര്യാദയ്ക്ക് മനസമാധാനമായിട്ട് കഴിഞ്ഞ ഞാനാ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മിന്നുവില്ലേ, അവക്കിട്ട് വേണം കൊടുക്കാൻ. അവൻ ഉറക്കെ പറഞ്ഞപ്പോൾ ആമി അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ബ്ലഡ് വരുന്നു. പെട്ടെന്ന് അവൾ ഡെന്നീസിൻ്റെ നെറ്റിയിലേക്ക് വിരൽ ചൂണ്ടി. പക്ഷേ അവനത് കേട്ട ഭാവം പോലും നടിച്ചില്ല. ബ്ലഡ് വരുന്നുണ്ട് ചായ. അവൾ വീണ്ടും പുലമ്പി. നീയല്ലേ അതിന് കാരണക്കാരി? എന്നിട്ട് കിടന്ന് ഒച്ച വെക്കണ്ട. എന്തായാലും നാളെ നേരം വെളുക്കും വരെ ഇവിടെ നിന്നു. എന്നിട്ടേ വേഗം സ്ഥലം കാലിയാക്കിക്കോണം. ഓരോരോ വയ്യാവേലി എടുത്ത് തലയിലും വെച്ചുപോയി. അവൻ തൻ്റെ നെറ്റിയിലൂടെ ഒഴുകി വരുന്ന ബ്ലഡ് കഴുകി കളയാനായി വാഷ് ബേസിൻ്റെ അടുത്തേക്ക് നടന്നു. മിന്നു വിളിച്ചു. നിന്നോട് അവളെ ഒന്ന് തിരിച്ചു വിളിക്കാൻ. അത് പറയാൻ വേണ്ടി കയറി വന്നതാ. അവൻ പറഞ്ഞത് കേട്ട് ആമി സ്തംഭിച്ചു പോയി. നെറ്റിയിലൂടെ ഒഴുകി വരുന്ന ബ്ലഡ് മുഴുവൻ കഴുകി കളഞ്ഞ ശേഷം ഒരു ടവലെടുത്ത് ഡെന്നീസ് അമർത്തി പിടിച്ചു. ഓ, വല്ലാത്ത വേദനയുണ്ടല്ലോ കർത്താവേ. എന്തോന്നു വയ്യാവേലിയാണോ? പിറുപിറുത്തുകൊണ്ട് ഡെന്നീസ് തിരിഞ്ഞു നോക്കിയതും അവനെ ദയനീയമായി നോക്കി നിൽക്കുന്ന ആമിയെയാണ് കണ്ടത്. ആമിക്ക് കിടക്കാറായില്ലേ? വേദന കൂടുതലാണെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചാലോ? അവൾ സാവധാനം ചോദിച്ചു. ദയവ് ചെയ്ത് ഒന്ന് കയറിപ്പോകുമോ ആമി? ഇല്ലെങ്കിൽ ഞാൻ വല്ലതും പറയും കേട്ടോ. അത് കേട്ടതും ഡെന്നീസിന് ദേഷ്യം വന്നിരുന്നു. പക്ഷെ അവൻ വഴക്കു പറഞ്ഞിട്ടും ആമി അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തേ. ഡെന്നീസ് ചെന്ന് ഷെൽഫിൽ നിന്നും ബെറ്റാഡിയൻ്റെ ഒരു ക്രീം എടുത്തു. എന്നിട്ട് കണ്ണാടിയെ നോക്കിക്കൊണ്ട് സ്വയം മുറിവിൽ പുരട്ടിയതും ആമി പേടിയോടെ മുഖം കുനിച്ചു. ഓ, വല്ലാത്ത പരവശം പോലെ. കുറച്ച് വെള്ളമെടുത്ത് തന്നെ ആമി. അവൻ്റെ ശബ്ദം കേട്ടതും ആമി കണ്ണു തുറന്നു. എന്നിട്ട് വെള്ളമെടുക്കാനായി തിരിഞ്ഞോടിപ്പോയി. ആമി അവന് കുടിക്കാനായി വെള്ളവും എടുത്തു വന്നപ്പോൾ കണ്ണുകൾ അടച്ച് സെറ്റിയിൽ ചാരി കിടക്കുകയാണ് ഡെന്നീസ്. ഇടയ്ക്കൊക്കെ അവൻ്റെ പുരികവും നെറ്റിയും ചുളിയുന്നത് കാണാം. അതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും എത്രത്തോളം വേദന അവൻ സഹിക്കുന്നുണ്ടെന്നുള്ളത്. തൻ്റെ മുഖത്തേക്ക് ഒരു തണുത്ത കാറ്റടിച്ചതും ഡെന്നീസ് ഞെട്ടിക്കൊണ്ട് മിഴികൾ തുറന്നു. നോക്കിയപ്പോൾ ഒരു നിശ്വാസത്തിനപ്പുറത്തായി നിന്നുകൊണ്ട് തൻ്റെ മുറിവിലേക്ക് മെല്ലെ ഊതിവിടുന്ന ആമിയെ അവൻ കണ്ടു. ഒരു വേള ഇരുമിഴികളും ഒന്ന് കോർത്തു. എന്തോ ഒരു കാന്തിക വലയത്തിൽ അകപ്പെട്ട പോലെ തോന്നി രണ്ടാൾക്കും. അവൻ്റെ മിഴികളിലേക്ക് തന്നെ എന്തോ വലിച്ചടുപ്പിക്കുകയാണെന്ന് ആമിക്ക് തോന്നി. തിരിച്ച് ഡെന്നീസിൻ്റെ അവസ്ഥയും അതിനേക്കാൾ ഉപരിയായിരുന്നു.
അത്രമേൽ ഒരു പെണ്ണിൻ്റെയും മുഖത്ത് കാണാത്ത എന്തോ ഒരു ഭാവം അവളിൽ വിരിഞ്ഞു നിൽക്കുന്നു. ആ വെള്ളം എനിക്ക് കൊണ്ടുവന്നതാണെങ്കിൽ അതിങ്ങ് തന്നേക്കാമി. ടെന്നീസ് പറഞ്ഞതും ആകെ വിളറി വെളുത്തുകൊണ്ട് അവൾ അവൻ്റെ കയ്യിലേക്ക് വെള്ളം നിറച്ച ഗ്ലാസ് കൊടുത്തു. ഇച്ചായ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? മടിച്ചാണെങ്കിലും ഒടുവിൽ അവൾ വിക്കി ചോദിച്ചു. തൽക്കാലം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, താൻ പോയി കിടന്നോ, നേരെ ഒരുപാടായി. അവൻ പറഞ്ഞ ശേഷവും ആമി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആമിക്ക് ചെവി കൂട്ടുവിടെ, അതോ? ഡെന്നീസ് വീണ്ടും ശബ്ദമുയർത്തി. ഞാനാണെങ്കിൽ ആ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഉമിനീർ പോലും ഇറക്കാൻ പാടുപെട്ടുകൊണ്ട് തന്നെ നോക്കി പറയുന്ന ആമിയെ അവൻ വലം കൈയെടുത്ത് വിലക്കി. ഇനി കുമ്പസാരമൊന്നും വേണ്ട, പോയി കിടന്നുറങ്ങാൻ നേക്ക്, നേരെ 1 മണിയായി. അല്പം ഗൗരവത്തിൽ തന്നെയാണ് അവൻ പറഞ്ഞത്. സോറി ഇച്ചായ, എനിക്കാണെങ്കിൽ സത്യമായിട്ട് ഞാൻ പേടിച്ചുപോയി. ആ ശരി, താൻ പോയി കിടന്നോ, ഇനി നാളെ സംസാരിക്കാം. ഡെന്നീസ് അതും പറഞ്ഞുകൊണ്ട് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് മൂരി നിവർന്നു. കിടക്കാനായി റൂമിലെത്തിയ ശേഷം ഫോൺ എടുത്ത് അവൾ സ്വിച്ച് ഓൺ ചെയ്തു. മിന്നുവിൻ്റെ കുറേ മെസ്സേജസ് വാട്സപ്പിൽ വന്നു കിടപ്പുണ്ട്. അതിന് മറുപടി കൊടുത്തപ്പോഴേക്കും മിന്നു അവളെ വിളിച്ചിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം അവൾ മിന്നുവിനോട് പറഞ്ഞു. ഈശോയെ, എന്നിട്ട് ഇച്ചായന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേദന ഉണ്ടെന്ന് തോന്നുന്നു. എടാ, നീ ഒന്ന് വിളിച്ചു നോക്കാമോ പ്ലീസ്? അതും പറഞ്ഞുകൊണ്ട് ആമി കരഞ്ഞു. ഞാൻ വിളിക്കാം, നീ വെച്ചോ. മിന്നു പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്ത ശേഷം ഡെന്നീസിനെ വിളിച്ചു. 4ാമത്തെ ബെല്ലിന് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ അച്ചായ. ആ മിന്നു, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? അത് പിന്നെ അച്ചായ, ആമി ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അച്ചായൻ്റെ നെറ്റി ഒരുപാട് മുറിഞ്ഞോ? അവൾ വല്ലാത്ത ആകുലതയോടെ അവനോട് ചോദിച്ചു. ഓ, അതൊക്കെ അപ്പോൾ തന്നെ അവതരിപ്പിച്ചോ നിന്റെ കൂട്ടുകാരി? അച്ചായ, ഹോസ്പിറ്റലിൽ പോയി കാണിച്ചാലോ? സ്റ്റിച്ച് വല്ലതും ഇടണോ? ഓഹ് വേണ്ടടി, അത്രയ്ക്ക് വലിയ മുറിവൊന്നും അല്ലെന്നേ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നാളെ കാലത്തെ പോയിക്കോളാം. അച്ചായ, സോറി, അവൾക്ക് അബദ്ധം പറ്റിയതാ. ആ നീ വെച്ചോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഒരു കോട്ടുവ ഇട്ടുകൊണ്ട് അവൻ പറഞ്ഞതും മിന്നു പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ആമിയെ വീണ്ടും വിളിച്ചു. നീ പേടിക്കൊന്നും വേണ്ട, അച്ചായനൊരു പാവമാ. യാതൊരു ചീത്ത സ്വഭാവവും അങ്ങേർക്കില്ലടി. നിനക്കവിടെ വിശ്വസിച്ച് നിൽക്കാം. പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവള് ആമിയെ സമാധാനിപ്പിച്ചു. കുറച്ചു സമയം ഇരുവരും ഫോണിലൂടെ സംസാരിച്ചിരുന്നു. ശേഷം മിന്നുവിന് ഉറക്കം വരാൻ തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ആമി ഫോൺ വെച്ചു. ആ രാത്രിയിൽ ആമിയെ നിദ്രാദേവി പുലുക്കിയതേയില്ല. വെളുപ്പാങ്കാലമായപ്പോഴാണ് അവൾ ഒന്ന് കണ്ണടച്ചത്. തുടരും.